ക്രോഷ്യ കലാകാരൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലൊന്നും മറക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഓൾ എന്നുള്ള ഐക്കണും കൂടെ അമർത്തുവാണെങ്കിൽ എൻ്റെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് നമ്മുടെ 26th റൗണ്ടാണ്. 1 2 3 ചെയിൻ, 1 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 double crochet, 3 chain, 1 2 3. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ഇതിനകത്ത് സിംഗിൾ ക്രോഷ്യ, വീണ്ടും 1 2 3 സിംഗിൾ ക്രോഷ്യ, 1 2 3 സിംഗിൾ ക്രോഷ്യ. ഈ ഒരു റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ചെയിൻ 3, ഡബിൾ ക്രോഷ്യ, ചെയിൻ 2, ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ. ഇനി ഇവിടെ 3 ചെയിൻ, 1 2 3 ചെയിൻ. നമുക്കിത് ക്ലോസ് ചെയ്യാം. ഈ റൗണ്ട് വീണ്ടും നമുക്കിവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം, എപ്പോഴും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ. ഇനി നമുക്ക് റൗണ്ട് 27 ചെയിൻ 1 ചെയിൻ 2 ചെയിൻ 3 ഡബിൾ ക്രോഷ്യ, chain 2 double crochet. നമുക്ക് ഇനി ചെയിൻ 3 1 2 3. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു സിംഗിൾ ക്രോഷ്യ, ദെൻ ചെയിൻ 3, വീണ്ടും സിംഗിൾ ക്രോഷ്യ. നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പം ഞാനിത് കംപ്ലീറ്റ് ആക്കിയിട്ട് വരാം. ഇപ്പം ഞാനിത് ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പൈനാപ്പിൾ ഞാനിവിടെ കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് അടുത്ത ഇത് ചെയ്യാം. 1 2 3 ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ, ഇനി ചെയിൻ 5. നമ്മൾ ഇനി ഇവിടെ എക്സ്പാൻഡ് ചെയ്യണം. ഇവിടെ നേരത്തെ ചെയിൻ 3 ആയിരുന്നു നമ്മൾ ചെയ്തത്. ഈ ഒരു പോർഷനിൽ നമ്മൾ ചെയിൻ 5 1 2 3 4 5. ഇനി 1 ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ. ഇനി നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ട് തന്നെ ചെയിൻ 3, പിന്നെ സിംഗിൾ ക്രോഷ്യ. ഇനി ചെയിൻ 3 സിംഗിൾ ക്രോഷ്യ. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. 25th റൗണ്ട് നമുക്കിവിടെ കംപ്ലീറ്റ് ചെയ്യാം. ചെയിൻ 1 2 3 4 5 5, പിന്നെ 2 3. നമുക്കിവിടുന്ന് തേർഡ് ചെയിനിൽ ഇതൊന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം, നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ. അതിനുശേഷം നമുക്ക് വീണ്ടും ഇവിടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. നമ്മുടെ 27th റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി 28th ചെയിൻ 1 ചെയിൻ 2 ചെയിൻ 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 2 2 double crochet, 1 2 3 ചെയിൻസ്. പിന്നെ നമ്മളിവിടെ നേരത്തെ ചെയ്തതുപോലെ തന്നെ സിംഗിൾ ക്രോഷ്യ, 3 ചെയിൻ, single crochet, 3 chain,
single crochet, 3 chain, single crochet, 3 chain, single crochet, 3 chain, single crochet. ഇനി നമുക്ക് വീണ്ടും 1 2 3 ചെയിൻ, ഇവിടെ ഡബിൾ ക്രോഷേ, 2 ഡബിൾ ക്രോഷേസ്, ഡബിൾ ക്രോഷേ, 2 ചെയിൻ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷേ. ഈ ഒരു 5 ചെയിൻ വന്ന സ്ഥലത്താണ് നമ്മുടെ അടുത്ത പൈനാപ്പിൾ വരാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്ന 2 ചെയിൻ, 1 2 ചെയിൻ. ഇതിനുള്ളിൽ നമുക്ക് ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം. അതിനുശേഷം 2 ചെയിൻ, വീണ്ടും ഒരു ഡബിൾ ക്രോഷേ, വീണ്ടും 2 ചെയിൻ. അതിനുശേഷം നമ്മളിവിടെ എപ്പോഴും ചെയ്യുന്ന കണക്ക് തന്നെ ഈ ഒരു ഇതിനുള്ളിൽ 2 DC, 2 ചെയിൻ, 2 DC. ഇങ്ങനെ വരും. ഇവിടെ ഒരു ഈ ഒരു 5 ചെയിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ 2 ചെയിൻ ഇട്ടു, പിന്നെ 1 DC ഇട്ടു, അത് കഴിഞ്ഞ് 2 ചെയിൻ, 1 DC, 2 ചെയിൻ. ഞാൻ ഈ റൗണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് വരാം. ഈ 28th റൗണ്ട് കംപ്ലീറ്റ് ആക്കാം. 28th റൗണ്ടാണിത്. 1 2 1 DC, 2 ചെയിൻ, സെയിം പ്ലേസിൽ തന്നെ, ആ 5 ചെയിൻ്റെ പ്ലേസിൽ തന്നെ 1 DC, വീണ്ടും 2 ചെയിൻ, ഇവിടുന്ന് 1 2 3 തേർഡ് ചെയിനിൽ നമുക്കിത് ഒരു സ്ലിപ്പ് സ്റ്റിച്ചിട്ട് കംപ്ലീറ്റ് ആക്കാം. ഇനി നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ റൗണ്ട് 29 ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. റൗണ്ട് 29, ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3, 1 ഡബിൾ ക്രോഷേ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷേ, 3 ചെയിൻ, 2 3 ചെയിൻ. പിന്നെ നമ്മളെപ്പോഴും ചെയ്യുന്ന കണക്ക് തന്നെ സിംഗിൾ ക്രോഷേ, 3 ചെയിൻ, സിംഗിൾ ക്രോഷേ, 3 ചെയിൻ, സിംഗിൾ ക്രോഷേ, 3 ചെയിൻ, സിംഗിൾ ക്രോഷേ, 2 3 ചെയിൻ, സിംഗിൾ ക്രോഷേ. നമ്മുടെ പൈനാപ്പിൾ ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഇനി അടുത്തത് 2 3 ചെയിൻ, DC, 2 DC, 2 ചെയിൻ, 2 DC. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന ചെയിൻ 3, 1 2 3. ഇവിടെ എൻ്റെ യാണ് തീരാറായി. അപ്പം ഞാൻ ഇവിടെ ഒന്ന് ഇപ്പം നമുക്ക് ഈ ഒരു ഇതിൽ ഞാൻ ഇങ്ങനെയാണ് 2 യാണും എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് കെട്ടിയെടുക്കുക
ഇപ്പോഴത്തെ ഒരു ഇതിൽ ചെയ്യുന്നത്. അതൊന്നും ചെയ്യാറില്ല, ഇങ്ങനെ ഒന്ന് കെട്ടെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അല്ല, എന്നിട്ടൊന്ന് വലിച്ചു നോക്കും, അങ്ങനെയാണ് ചെയ്യുന്നത്. 1 2 3 ചെയിൻ. പിന്നെ നമ്മൾ ഈ പോർഷനിനകത്ത് 1 DC 2 DC 2 ചെയിൻ. ഇതിനുള്ളിൽ തന്നെ 2 DC ഷെല്ല് സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ നെക്സ്റ്റ് പൈനാപ്പിൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയുള്ള ആ ഒരു ഇതാണ് നമ്മളിവിടെ ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ എത്തിയപ്പോൾ നമ്മൾ 1 DC 2 ചെയിൻ 1 DC ചെയ്തു. അപ്പോൾ അടുത്ത ഇതിലെത്തിയപ്പോൾ നമ്മൾ 2 DC 2 ചെയിൻ 2 DC ആയിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. ഇനി ചെയിൻ 3 1 2 3. ഇവിടെയാണ് നമ്മൾ പുതിയതായിട്ട് ചെയ്ത ഇത് വന്നേക്കുന്നത്. അത് താഴത്തേക്ക് പോകുന്ന രീതിയിൽ വേണം ചെയ്യാൻ. പിന്നെ വീണ്ടും ഒരു DC 2 DC 2 ചെയിൻ 2 DC. ഇതിങ്ങനെ ഇപ്പം നമ്മുടെ ഈ ബാക്കിൽ വന്ന നൂല് ഞാൻ ഒന്നിൽ ഇങ്ങനെ ഒരു ഇത് ഉപയോഗിച്ചോ, നമ്മുടെ ഈ ഹുക്ക് ഉപയോഗിച്ചോ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറ്റിയെടുത്തിട്ട് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഉള്ളിലേക്ക് കയറ്റി വെക്കുന്നതെന്ന് വെച്ചാൽ ആ രീതി ചെയ്യും. പിന്നെ ചെയിൻ 3, പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് തന്നെ സിംഗിൾ ക്രോഷേ. അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ വരാം. നമുക്ക് ഈ റൗണ്ട് ഇവിടെ ലാസ്റ്റ് ആക്കാം. ചെയിൻ 3 2 3. മൂന്നാമത്തെ ചെയിനിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇനി വീണ്ടും ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇവിടെ. ഇനി എപ്പോഴും ചെയ്യുന്ന കണക്ക് തന്നെ നമ്മുടെ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇത് 30th റൗണ്ടാണ്. 1 2 3 round 30, double crochet, 2 chain, double crochet, double crochet, again double crochet. ഇനി അടുത്തത് ചെയിൻ 3. നമ്മൾ ഇതുവരെ ചെയ്തു വന്നതുപോലെ തന്നെ ചെയിൻ 3 നമുക്കിവിടെ സിംഗിൾ ക്രോഷേ 1 2 3, സിംഗിൾ ക്രോഷേ 1 2 3, സിംഗിൾ ക്രോഷേ 1 2 3, സിംഗിൾ ക്രോഷേ. നമ്മുടെ ഇവിടുത്തെ പൈനാപ്പിൾ ഏകദേശം തീരാറായി. കാരണം ഇവിടുത്തെ പൈനാപ്പിൾ ഏകദേശം തീരാറായി. കാരണം ഇപ്പോൾ ഇവിടെ 3 ചെയിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ, 3 ഉള്ളൂ. ഇനി അടുത്ത നമുക്ക് ചെയ്യാം. 1 2 3 ചെയിൻ, ഡബിൾ ക്രോഷേ, സെക്കൻഡ് ഡബിൾ ക്രോഷേ, 2 ചെയിൻ, വീണ്ടും ഡബിൾ ക്രോഷേ, വീണ്ടും ഡബിൾ ക്രോഷേ, 2 ഡബിൾ ക്രോഷേ. നമ്മളെപ്പോഴും ചെയ്യുന്നത് തന്നെയാണ്. ഇനി നമുക്ക് ഇവിടം ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. അതിനുവേണ്ടി 5 ചെയിൻ, 1 2 3 4 5 ചെയിൻ. ഇവിടെ ഇനി നമ്മൾ 3 ഡബിൾ ക്രോഷേ, 1 ഡബിൾ ക്രോഷേ, 2 ഡബിൾ ക്രോഷേ, 3 ഡബിൾ ക്രോഷേ. ഇനി ഇവിടെ നമ്മൾ എടുക്കുന്ന ചെയിനിലും വ്യത്യാസമുണ്ട്. 1 2 3 4 5 6 7 8. ഞാനിവിടെ 8 ചെയിനാണ് എടുത്തേക്കുന്നത്. പിന്നെ വീണ്ടും 3 ഡബിൾ ക്രോഷേസ്, 1 ഡബിൾ ക്രോഷേ,
2 double crochet and 3 double crochet. വീണ്ടും ഇവിടെ 5 chain. 1 2 3 4 5 chain. പിന്നെ നമ്മൾ നേരത്തെ ഇവിടെ ചെയ്ത പോലെ തന്നെ 2 double crochet, 2 chain, 2 double crochet. The 2 double crochet, 2 chain, 2 double crochet. അത് കഴിഞ്ഞ് 5 chain, 3 double crochet, 8 chain, 3 double crochet, വീണ്ടും 5 chain. പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തു പോലെ തന്നെ 2 double crochet, 2 chain, 2 double crochet. അങ്ങനെ തന്നെ നമുക്ക് ഈ 30th റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. നമ്മുടെ ലാസ്റ്റ് എത്താറായി. നമ്മൾ നമ്മുടെ ഈ 30th റോയുടെ ലാസ്റ്റാണിത്. ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3, പിന്നെ നമ്മൾ DC, 2 DC, 2 DC, 2 chain, 2 DC. ഇനി നമ്മൾ ഇവിടെ 5 chain, 2 3 4 5, ഇതിനുള്ളിൽ 3 DC, 1 DC, 2 DC, ഇനി 8 chain, 1 2 3 4 5 6 7 8. വീണ്ടും 3 double crochet, 2 3 5 chain, 1 2 3 4 5 chain. പിന്നെ ഇവിടുന്ന് മൂന്നാമത്തെ ചെയിനിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഇനി ഇതിനുള്ളിൽ വീണ്ടും ഒരു സ്ലിപ്പ് സ്റ്റിച്ച്. അപ്പം നമ്മളുടെ 30th റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. തൊട്ട് 35 വരെ അടുത്ത വ്ലോഗിൽ കാണാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.